മുമ്പ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരു ദിവസം ക്ഷേത്രത്തിലെ പൂജാവേളയിൽ ഒരു കുട്ടി ലളിതാ പരമേശ്വരി ദേവിയുടെ ഒരു വലിയ ചിത്രം കണ്ടിട്ട് എന്നോട് ചോദിച്ചു, ഹായ്, എന്ത് നല്ല ഭംഗിയുള്ള ചേച്ചി, എന്തിനാ ഈ ചേച്ചി തോട്ടിയും കയറുമൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കരിമ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാതെ അതെനിക്ക് എപ്പോഴാണ് തരുന്നത്? അന്നെനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ലായിരുന്നു. പിന്നീട് ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ലളിതാ പരമേശ്വരി ദേവിയുടെ രൂപവും സഹസ്രനാമങ്ങളും പഠിച്ചു കുറച്ചൊക്കെ മനസ്സിലാക്കാനും കഴിഞ്ഞു. അന്ന് ആ കുട്ടി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ല എങ്കിൽ അമ്മയെ അടുത്തറിയുവാനും ഇതുപോലെയൊക്കെ പറയാനും ഒന്നും തന്നെ എനിക്ക് സാധ്യമാകുമായിരുന്നില്ല. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ അതിദിവ്യമായ ചില നാമങ്ങളും ആ നാമമന്ത്രങ്ങളുടെ പ്രയോഗ രീതികളുമാണ് ഈ അധ്യായത്തിൽ. ലളിതാ സഹസ്രനാമത്തിലെ ഏതു നാമങ്ങൾ എടുത്ത് നമ്മൾ ചൊല്ലുമ്പോഴും അതിൻ്റെ ഋഷിയും ഛന്ദസ്സുമൊക്കെ ചൊല്ലുന്നത് നല്ലതാണ്. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമമാലാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷയഃ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീമഹാലളിതാ ത്രിപുരസുന്ദരീ ദേവതാ. ഓം ഐം ബീജം, ഓം സൗം ശക്തിഃ, ഓം ക്ലീം കീലകം. ഓം ലളിതാ മഹാത്രിപുരസുന്ദരീ പ്രസാദസിദ്ധ്യർത്ഥേ നാമപാരായണേ വിനിയോഗഃ. ലളിതാ സഹസ്രനാമത്തിലെ 8ാമത്തെ നാമമന്ത്രപുഷ്പമാണ് ക്രോധാകാരാങ്കുശോജ്വലായൈ എന്നത്. ക്രോധാകാരമായി എന്ന് പറഞ്ഞാൽ ദ്വേഷസ്വരൂപമായിരിക്കുന്ന അങ്കുശം കൊണ്ട് ഉജ്ജ്വല ശോഭിക്കുന്നവൾ. അങ്കുശം തോട്ടി, ദ്വേഷസ്വരൂപമായിട്ടുള്ള തോട്ടി ധരിച്ച് ശോഭിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. പ്രാണികളെ പരസ്പരം വെറുപ്പിക്കുന്ന ഒരു ചിത്തവൃത്തിയാണ് ക്രോധം. രാഗം എന്ന ചിത്തവൃത്തി പരസ്പരം അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ ക്രോധം അകറ്റുകയാണ് ചെയ്യുന്നത്. കൂടാതെ അത് ഹിംസയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. രാഗത്തെ പോലെ തന്നെ ഈ ചിത്തവൃത്തിയും സർവ ജീവജാലങ്ങളിലും വർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ക്രോധമാണ് അമ്മയുടെ കയ്യിലുള്ള അങ്കുശം എന്ന ആയുധം. ക്രോധം എന്ന ശബ്ദം അറിവിനെ സൂചിപ്പിക്കുന്നു എന്നും ഒരു പക്ഷമുണ്ട്. ഈ അർത്ഥമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ ദ്വേഷം, ജ്ഞാനം ഇവ രണ്ടുകൊണ്ടും ഉജ്ജ്വലമായി ശോഭിക്കുന്ന അങ്കുശം എന്ന് അർത്ഥം വരുന്നു. അമ്മയുടെ കയ്യിലുള്ള പാശം ഇച്ഛാശക്തിയാണെങ്കിൽ അങ്കുശം ജ്ഞാനശക്തിയാണ്. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ആഗ്രഹങ്ങൾ അമ്മ ഒപ്പം നിന്ന് നടത്തിത്തരും. ക്രോധത്തെ അറിവാകുന്ന ജ്ഞാനമാകുന്ന അങ്കുശം കൊണ്ട് അടക്കി നിർത്തുകയും ചെയ്യും. ഓം ക്രോധാകാരാങ്കുശോജ്വലായൈ നമഃ. ഓം ഓം ഹ്രീം ക്രോധാകാരാങ്കുശോജ്വലായൈ നമഃ എന്നിങ്ങനെ 2 തരത്തിലും ഈ നാമമന്ത്രം ജപിക്കാവുന്നതാണ്. ദിവസവും ഈ മന്ത്രം 3 പ്രാവശ്യമെങ്കിലും ജപിക്കുന്നവർക്ക് ക്രോധത്തെ അടക്കി നിർത്താനുള്ള ശക്തി ഉണ്ടാവുന്നതാണ്. കുടുംബത്തിനകത്തും പൊതുജീവിതത്തിലും അമിതമായ കോപം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഒഴിവാക്കാൻ ഈ മന്ത്രം വളരെയേറെ സഹായിക്കും. മാനുഷികമായിട്ടുള്ള ഈ മോശം വികാരത്തെ കുറച്ചെങ്കിലും മാറ്റി നിർത്തുമ്പോൾ ജീവിതം വളരെ സുന്ദരമാവുകയും ചെയ്യും. ഒരു നിമിഷ നേരത്തെ ദേഷ്യം കൊണ്ട് ഉണ്ടാകുന്ന വാക്കുകളും അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന മുറിവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും തകർക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ലല്ലോ. മനോരൂപേക്ഷു ബോധണ്ഡ എന്നതാണ് അടുത്ത നാമം.
മനോരൂപമായി സങ്കല്പ വികൽപ്പാത്മക ക്രിയാരൂപമായിരിക്കുന്ന ഇക്ഷുകോദണ്ഡത്തോട് കരിമ്പ് വില്ലോടുകൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ നൽകുന്ന ഭാഷ്യം. മനസ്സാകുന്ന കരിമ്പ് വില്ല് ധരിച്ചിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. അമ്മയുടെ ഇടതുവശത്തുള്ള കയ്യിൽ മനസ്സിൻ്റെ പ്രതീകമായി അമ്മ കരിമ്പ് ധരിച്ചിരിക്കുന്നു. മധുരരസം നിറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് കമ്പുകളുള്ളത്, കട്ടിയായ പുറന്തോല് ഉള്ളതുമാണല്ലോ കരിമ്പ്. ഭക്തന്മാരോട് വളരെയേറെ ആർദ്രമായ മനസ്സാണ് അമ്മയ്ക്കുള്ളത്. അതുപോലെ ദുഷ്ടന്മാരോട് കഠിന ഹൃദയവുമാണ്. അമ്മയുടെ മൂന്നാമത്തെ ആയുധമായ ഈ കരിമ്പ് സങ്കല്പം വികല്പം എന്നീ രണ്ട് വക്ര സ്വഭാവത്തോടു കൂടിയ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് രാഗവും ക്രോധവുമൊക്കെ ഉണ്ടാകുന്നത്. ഈ നാമമന്ത്രം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ അടുത്ത നാമം കൂടി പരിശോധിക്കേണ്ടതാണ്. ഓം മനോരൂപേക്ഷുകോദണ്ഡായൈ നമഃ. ഓം ഓം ഹ്രീം മനോരൂപേക്ഷുകോദണ്ഡായൈ നമഃ എന്നിങ്ങനെ ഈ മന്ത്രം രണ്ടു തരത്തിൽ ജപിക്കാം. അനാവശ്യമായ അമിതമായ ആഗ്രഹങ്ങളും അതിൽ നിന്നുള്ള മോചനവും പ്രദാനം ചെയ്യുന്ന ഒരു മഹാമന്ത്രമാണ് ഇത്. പഞ്ചതന്മാത്ര സഹായക എന്നതാണ് അടുത്ത നാമമന്ത്രം. തൊട്ടു മുമ്പുള്ള നാമത്തിൽ മനോരൂപേക്ഷു ഗോദണ്ഡ എന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യിലിരിക്കുന്ന കരിമ്പ് വില്ലിനെക്കുറിച്ചാണ് മുൻ നാമം സൂചിപ്പിച്ചത്. ഈ നാമം അതിൽ തൊടുക്കുന്ന അസ്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 5 അസ്ത്രങ്ങളുണ്ട്. പഞ്ചതന്മാത്ര സഹായക എന്നതാണ്. പഞ്ചതന്മാത്രകളാകുന്ന ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയാകുന്ന സായകങ്ങളോട് ബാണങ്ങളോട് കൂടിയവൾ. വാമകേശ്വര തന്ത്രം നൽകുന്ന അർത്ഥമാണ് ഇത്. രാഗത്തിനും ക്രോധത്തിനും കാരണം മനസ്സിൻ്റെ പ്രവർത്തനമാണ്. മനസ്സിൻ്റെ പ്രേരണയനുസരിച്ച് പ്രവർത്തിക്കുന്ന ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയാണ് പഞ്ചതന്മാത്രകൾ. ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ ചോദിപ്പിക്കുന്ന ശബ്ദസ്പർശാദികൾ കാമത്തിന് കാരണമാകും. കാമത്തിൽ നിന്ന് രാഗവും, രാഗത്തിന് വിഘ്നമുണ്ടാകുമ്പോൾ ക്രോധവും, ക്രോധത്തിൽ നിന്ന് സമോഹവും, സമോഹത്തിൽ നിന്ന് സ്മൃതിഭ്രംശവും, സ്മൃതിവിഭ്രമവും ഉണ്ടാകുമെന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്യുന്നുണ്ട്. പഞ്ചമഹാഭൂതങ്ങളായ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിവയെ പ്രകൃതീശ്വരി ഒന്നിനു ശേഷം ഒന്നായി പ്രത്യക്ഷമാക്കുകയും അവയുടെ സൂക്ഷ്മരൂപമായിട്ടുള്ള ഗുണങ്ങൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയും ആക്കി മാറ്റിയിട്ടുണ്ട്. ഇവയെ വലതുഭാഗത്തെ മുകളിലത്തെ കയ്യിൽ അമ്മ അസ്ത്രങ്ങളായി വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. കാളികാപുരാണത്തിൽ ഹർഷണം രോചനാഘ്യശ്ച മോഹനം ശോഷണം തഥാ മാരണഞ്ചേത്യമീ ബാണാമുനീനാമപി മോഹദ എന്ന് പറയുന്നു. കമലം, കൈരവം, കൽഹാരം, ഇന്ദീവരം, സഹകാരം എന്നീ 5 പുഷ്പങ്ങളാണ് അമ്മയുടെ ഈ 5 ബാണങ്ങൾ എന്നും മുനികളെപ്പോലും മോഹിപ്പിക്കുന്നവയാണ് എന്നും ഇവയ്ക്ക് ഹർഷണം, രോചനം, മോഹനം, ശോഷണം, മാരണം എന്നിപ്രകാരമുള്ള സംജ്ഞകളുണ്ട് എന്നും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഓം പഞ്ചതന്മാത്രസായകായൈ നമഃ. ഓം ഓം ഹ്രീം പഞ്ചതന്മാത്രസായകായൈ നമഃ എന്നിങ്ങനെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവ വർദ്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യ മനസ്സിലുണ്ടാകുന്ന അമിതമായ ആഗ്രഹങ്ങളെയും എല്ലാ മോശം സ്വഭാവങ്ങളെയും മാറ്റി നിർത്തുന്നതിനും സ്വഭാവ സവിശേഷതകൾ വളരെ വർദ്ധിക്കുന്നതിനും ഈ മന്ത്രം സഹായകരമാകുന്നതാണ്.
നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല എന്നതാണ് അടുത്ത നാമം. നിജയായി തന്നെ സംബന്ധിച്ചതായിട്ടിരിക്കുന്ന അരുണപ്രഭയുടെ ചുവന്ന കാന്തിയുടെ പൂരത്തിങ്കൽ പ്രവാഹത്തിങ്കൽ മജ്ജത്തുക്കളായി എന്ന് പറഞ്ഞാൽ അഭേദമായി മുങ്ങിക്കിടക്കുന്നവളായി ഇരിക്കുന്ന ബ്രഹ്മാണ്ഡ സമൂഹത്തോടു കൂടിയവൾ എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഭാഷ്യം വരുന്നത്. തൻ്റേതായ ചുവന്ന നിറമുള്ള പ്രകാശത്തിൻ്റെ പ്രവാഹത്തിൽ മുഴുകിയ ബ്രഹ്മാണ്ഡങ്ങളുടെ കൂട്ടത്തോടു കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ പദാർത്ഥം വരുന്നത്. ഉദ്യദ്ഭാനുസഹസ്രാഭ എന്ന് വശിന്യാദി വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നുണ്ടല്ലോ. പ്രഭാതകാലത്തിൽ അരുണവർണ്ണയായിട്ട്, അതായത് ചുവന്ന നിറത്തോടു കൂടി അമ്മയെ ധ്യാനിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അമ്മയുടെ അതിദിവ്യമായ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന അരുണവർണ്ണം കൊണ്ട് ഈ പ്രപഞ്ചമാകമാനം, ബ്രഹ്മാണ്ഡമണ്ഡലമാകമാനം മൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഓം നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡലായൈ നമഃ. ഓം ഓം ഹ്രീം നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡലായൈ നമഃ എന്നിങ്ങനെ 2 രൂപത്തിൽ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. എന്നും രാവിലെ, കഴിയുമെങ്കിൽ ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലെങ്കിലും ഉദിച്ചുയരുന്ന സൂര്യബിംബത്തിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം 7 പ്രാവശ്യമോ 11 പ്രാവശ്യമോ 21 പ്രാവശ്യമോ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇപ്രകാരം ജപിക്കുന്ന സ്ത്രീകൾ ഏറ്റവും അധികം മംഗല്യവതികളും, അങ്ങനെയുള്ള സ്ത്രീകൾ ഇരിക്കുന്ന വീട് മഹാലക്ഷ്മിയുടെ ആവാസകേന്ദ്രവും ആയിത്തീരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സർവ്വ ഐശ്വര്യ സമൃദ്ധിയും അപ്രകാരമുള്ള അമ്മമാർക്ക് അമ്മ സമ്മാനിക്കുന്നതാണ്. ഉത്തമയായിട്ടുള്ള ഒരു സ്ത്രീരത്നത്തെ വധുവായി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാർ അമ്മയെ ഇപ്രകാരം ഉദയസൂര്യനിൽ നോക്കി ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയെ ധ്യാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം അമ്മ സാധ്യമാക്കി കൊടുക്കുന്നതാണ്. ചമ്പകാശോകപുന്നാഗ സൗഗന്ധി കലസത്കജ എന്നതാണ് അടുത്ത നാമം. ലളിതാ സഹസ്രനാമത്തിലെ 13ാമത്തെ നാമമന്ത്രമാണ് ഇത്. ചമ്പകം, അശോകം, പുന്ന, സൗഗന്ധികം എന്നീ പുഷ്പങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന തലമുടിയോടു കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഉപാസനാമൂർത്തികളെ ധ്യാനിക്കുമ്പോൾ കേശാദിപാദമായിട്ടും പാദാദികേശമായിട്ടും, അതായത് തലമുടിയിൽ തുടങ്ങി കാലുകൾ വരെയും പാദം തുടങ്ങി തലമുടി വരെയും വർണ്ണിക്കാറുണ്ട്. പുരുഷരൂപത്തിലുള്ള ധ്യാനത്തിൽ പാദാദികേശമാണ്, അതായത് പാദത്തിൽ തുടങ്ങുന്ന ഒരു രീതിയാണ് സാധാരണ സമ്പ്രദായം. ശിവശക്തിക്ക് രൂപിണിയായിട്ടുള്ള അമ്മയെ 2 വിധത്തിലും ധ്യാനിക്കാറുമുണ്ട്. ഇതൊരു സാധാരണ സമ്പ്രദായം എന്നല്ലാതെ പ്രത്യേകമായ നിയമമൊന്നും കാണുന്നില്ല. നാരായണീയത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ശ്രീകൃഷ്ണ വർണ്ണന കേശാദിപാദമാണ്. ലളിതാപരമേശ്വരി ദേവിയെ കുറിക്കുന്ന മിക്ക സ്തോത്രങ്ങളിലും കാണുന്നത് കേശാദിപാദ വർണ്ണനയാണ്. ചിദഗ്നികുണ്ഡത്തിൽ നിന്നും ഉത്ഭവിച്ച അമ്മയുടെ കേശമാണ് വാഗ്ദേവികൾ ആദ്യമായി ദർശിച്ചത്. കേശത്തിൻ്റെ സൗരഭ്യം പുഷ്പങ്ങൾ കൊടുക്കുന്നതല്ലേ എന്ന് ഭക്തന്മാർ സംശയിച്ചേക്കാം. അമ്മയുടെ ശരീരം തന്നെയാണ് പഞ്ചദശാക്ഷരി മന്ത്രം. പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ വാഗ്ഭവകൂടം എന്ന ആദ്യ ഭാഗം അമ്മയുടെ മുഖം തന്നെയാണ്. അമ്മയുടെ മുടിയുടെ സുഗന്ധം നൈസർഗികമായിട്ട് ഉള്ളത് തന്നെയാണ്. പുഷ്പങ്ങൾ അലങ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ലസത് എന്ന ശബ്ദം സൂചിപ്പിക്കുന്നു. ഓം ചമ്പകാശോകപുന്നാഗ സൗഗന്ധികലസത്കജായൈ നമഃ. ഓം ഓം ഹ്രീം ചമ്പകാശോകപുന്നാഗ സൗഗന്ധികലസത്കജായൈ നമഃ. ഈ 2 രീതിയിലും ഈ മന്ത്രവും
ജപിക്കാവുന്നതാണ്. സൗന്ദര്യവും സമ്പത്തും സ്ത്രീ പുരുഷന്മാർക്ക് ഈ നാമങ്ങൾ സ്ഥിരമായി ജപിച്ചാൽ ഉണ്ടാവുന്നതാണ്. ലളിതാ സഹസ്രനാമത്തിലെ 9 മുതൽ 13 വരെയുള്ള 5 അതിവിശിഷ്ടമായ നാമമന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ സമർപ്പിച്ചത്. ശ്രീമദ് ഭഗവത്ഗീത ഓരോ പ്രാവശ്യം അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുമ്പോഴും അതിൽ നിന്നും പുതിയ പുതിയ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലളിതാ സഹസ്രനാമ സ്തോത്രവും അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ അമ്മയുടെ ആ വദനാരവിന്ദത്തിലേക്ക് നോക്കി പാരായണം ചെയ്യുമ്പോൾ പുതിയ പുതിയ അർത്ഥങ്ങളും ആശയങ്ങളും നമുക്ക് മുന്നിൽ അനാവൃതമാകും. ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരി ദേവി അമ്മയായി, അധ്യാപികയായി, ഏറ്റവും നല്ല സുഹൃത്തായി അനുഗ്രഹം ചൊരിയുന്ന അനുഭവം നൽകാൻ ഏറ്റവും ഉത്തമമായ ഒരു സ്തോത്രകൃതിയാണ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം. തുടർന്നുള്ള നാമമന്ത്രങ്ങൾ മറ്റൊരധ്യായത്തിൽ അവതരിപ്പിക്കുന്നതാണ്. എല്ലാവരെയും ലളിതാ പരമേശ്വരി ദേവി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.